മനുഷ്യരാശിയുടെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ നിധികളെ സംരക്ഷിക്കാനുള്ള ആഗോള ആഘോഷമായിരുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ 18-ന് ലോക പൈതൃക ദിനമായി ആചരിക്കുന്നത്. ഈ വർഷം ഇന്ത്യ ഏറെ തിളങ്ങി നിന്ന ഒരു സമയം കൂടിയായിരുന്നു. യുനെസ്കോ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര രജിസ്റ്ററിന്റെ പേരാണ് മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ. ലോകത്തിലെ ഏറ്റവും മികച്ച പൈതൃക സമാഹാരങ്ങളെ ഇത് ആദരിക്കുന്നു. 72 രാജ്യങ്ങളിൽ നിന്നും 4 അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നുമായി 570 രേഖകൾ ഈ പട്ടികയിലുണ്ട്. ഇന്ത്യയുടെ പല സുപ്രധാന രചനകളും ഇതിൽ ഇടം നേടിയിട്ടുണ്ട്. തുളസീദാസിന്റെ രാമചരിതമാനസ് ഹിന്ദു സാഹിത്യത്തിലെ മഹത്തായ കൃതി, മൃഗകഥകളുടെ പുരാതന സമാഹാരമായ പഞ്ചതന്ത്രം, ഇപ്പോൾ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും കൂടി ചേർന്നതോടെ ഇന്ത്യയുടെ മൊത്തം രചനകളുടെ എണ്ണം 14 ഉയർന്നു. ഭഗവത്ഗീത വ്യാസമുനി രചിച്ച മഹാഭാരതത്തിന്റെ ഭാഗമാണ്. ഇത് ക്രിസ്തുവിനു മുമ്പ് 1-2 നൂറ്റാണ്ടിനിടയ്ക്കാണ് എഴുതപ്പെട്ടത്. ഒരു പുരാതന ഗ്രന്ഥം മാത്രമല്ല, ജീവിതത്തിന്റെ വലിയ ചോദ്യങ്ങൾക്കുള്ള കാലാതീതമായ മാർഗദർശിയാണിത്. 80 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗീത ഇന്നും പ്രസക്തമാണ്. ശാസ്ത്രം എന്നത് ഭരതമുനി ക്രിമു 2-ാം നൂറ്റാണ്ടിൽ സംസ്കൃതത്തിൽ രചിച്ച ഒരു മഹത്തായ കൃതിയാണ്. 6000 ശ്ലോകങ്ങളുള്ള ഈ ഗ്രന്ഥം നാടകം, നൃത്തം, സംഗീതം, വേഷവിധാനം തുടങ്ങിയ കലകളെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു വഴികാട്ടിയാണ്. ബോളിവുഡിന്റെ ഊർജ്ജസ്വലമായ കഥ പറച്ചിലിന്റെ വേര് പോലും ഈ പുരാതന ഗ്രന്ഥത്തിലാണ്. എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കും കല ആസ്വദിക്കാനായി രചിക്കപ്പെട്ടെങ്കിലും ഇന്നതിന്റെ പഴയ പ്രശസ്തി കുറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ പൈതൃകം ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ക്രിസ്തുവിന് മുമ്പ് 1500-ൽ തുടങ്ങിയ വൈദിക കാലം മുതൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികതകളിൽ ഒന്നാണ്. 50 ലക്ഷത്തിലധികം പുരാതന കൈയെഴുത്തു പ്രതികൾ ഇന്ത്യയിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കാം. ഓലയിലും കടലാസിലും എഴുതപ്പെട്ട ഈ നിധികളിൽ സാഹിത്യം, വ്യാഖ്യാനങ്ങൾ, മാനുവലുകൾ, കൈയെഴുത്ത് ചിത്രങ്ങൾ, രാജകീയ മുദ്രകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവ ഇന്ത്യയുടെ ബൗദ്ധിക നേട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഗീതയും നാട്യശാസ്ത്രവും യുനെസ്കോ രജിസ്റ്ററിൽ ഉൾപ്പെട്ടത് ഇന്ത്യക്ക് അഭിമാന നിമിഷമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ പ്രശംസിച്ചു. എന്നാൽ ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. കഴിഞ്ഞ 60 വർഷത്തിനിടെ 200-ലധികം ഇന്ത്യൻ ഭാഷകൾ അപ്രത്യക്ഷമായി. പല പുരാതന ഗ്രന്ഥങ്ങളും മറവിയിലാഴ്ന്നുപോയി. ഇന്ത്യയുടെ പൈതൃകം 43 യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിൽ താജ്മഹൽ, അജന്ത ഗുഹകൾ മാത്രമല്ല, 3700 പുരാവസ്തു പ്രദേശങ്ങൾ, ക്ഷേത്രശില്പങ്ങൾ, നാടോടി നൃത്തങ്ങൾ, പ്രാദേശിക വിഭവങ്ങൾ, തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട കഥകൾ, ഇവയിലാണ് ഇന്ത്യയുടെ പൈതൃകം ഇന്നും ജീവിക്കുന്നത്. കല്ലിൽ കൊത്തിയ, മഷിയിൽ എഴുതിയ, ഊർജ്ജസ്വലമായ താളങ്ങളിൽ ചുവടുവെച്ച ഒരു പൈതൃകം, അതാണ് ഇന്ത്യ. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് നിലനിന്നു പോരുന്നു. അതിനെ സംരക്ഷിക്കുകയും ലോകവുമായി പങ്കിടുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.